പൈൽസിൻ്റെ അല്ലെങ്കിൽ മൂലക്കുരുവിൻ്റെ ബുദ്ധിമുട്ട് പല ആളുകളും പ്രയാസപ്പെടുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മുടെ ഭക്ഷണശീലത്തിൽ അല്ലെങ്കിൽ ജീവിതശൈലിയിലൊക്കെ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളാണ് ഇത്തരം അസുഖങ്ങൾ കൂടാനും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ കൂടാനും വഴിവെക്കാറുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പൈൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ വരാതിരിക്കാൻ നമ്മൾ ദിവസവും ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്. അതിൽ പൈൽസിൻ്റെ പ്രധാന കാരണം ഒന്ന് എന്നുള്ളത് മലബന്ധം വരിക എന്നുള്ളതാണ്, കോൺസ്റ്റിപ്പേഷൻ. നമ്മൾ മലം പിടിച്ചു വെക്കുക അല്ലെങ്കിൽ മലം പോകണം എന്ന് തോന്നുമ്പോൾ തന്നെ പലപ്പോഴും അത് ഹോൾഡ് ചെയ്ത് വെക്കുന്ന അല്ലെങ്കിൽ പോവാതെ പിടിച്ചു നിർത്തുന്ന ശീലം പല ആളുകളിലുണ്ട്. അങ്ങനെ അമിതമായിട്ട് മലം പിടിച്ചു വെക്കുന്നത് മൂലം പലപ്പോഴും ഈ ഒരു പൈൽസ് ഉണ്ടാവാൻ അല്ലെങ്കിൽ ഫിഷർ പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം അത് കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നീട് മലബന്ധം എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ മലബന്ധം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള മരുന്നുകളോ ഭക്ഷണങ്ങളോ കഴിക്കുക എന്നുള്ളത് പ്രധാനമാണ്. പിന്നീട് ഈ നമ്മുടെ തെറ്റായിട്ടുള്ള ഭക്ഷണശീലം, അമിതമായിട്ട് ഫൈബർ ഇല്ലാത്ത നാരുകളില്ലാത്ത കൊഴുപ്പുകളടങ്ങിയ ഭക്ഷണങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുക. ഇപ്പോൾ നോൺ വെജ് ഐറ്റംസ്, ചിക്കന്, മുട്ട, അതുപോലെ ഉള്ള ഭക്ഷണങ്ങളൊക്കെ ബീഫ്, ചിക്കന്, മട്ടന്, ഇതൊക്കെ നോൺ വെജ് ഐറ്റംസ് സ്ഥിരമായിട്ട് കഴിക്കുകയും അത് രാവിലെ ഉച്ചയ്ക്കും രാത്രിയൊക്കെ ഫുൾ ടൈം ഇതന്നെ ആവുമ്പോൾ ഫൈബർ ഇല്ലാത്തത് മൂലം മലബന്ധം വരികയും അത് പൈൽസിലേക്ക് വഴിവെക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫൈബർ അടങ്ങിയ നാരുകളടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളത് പ്രധാനമാണ്. പിന്നീട് മോരടങ്ങിയ ഭക്ഷണങ്ങൾ, മോര്, തൈരൊക്കെ വളരെയധികം നമ്മുടെ ദഹനത്തെ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അത്തരം മോരുള്ള ഭക്ഷണങ്ങളൊക്കെ ധാരാളം കഴിക്കുക. പച്ചക്കറികൾ, ഇലക്കറികൾ, ക്യാരറ്റ്, ബീട്രൂട്ട്, കൈപ്പങ്ങ, വെണ്ടക്ക തുടങ്ങിയ പച്ചക്കറികൾ ധാരാളം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പിന്നീട് അതുപോലെ ധാരാളം വെള്ളം കുടിക്കുക. വെള്ളം കുടി കുറയുമ്പോഴും ഇത്തരം മലബന്ധം ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നീട് നമ്മുടെ സെഡൻറ്ററി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ, വ്യായാമമില്ലാതെ ഒരേ സ്ഥലത്ത് ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ കുറേ നിന്ന് ജോലി ചെയ്യുന്ന ആളുകളിലൊക്കെ ഈ പൈൽസിൻ്റെ ബുദ്ധിമുട്ട് കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ പല ആളുകളിലും ഈ ഡ്രൈവേഴ്സ് ആയിട്ടുള്ള ആളുകളിലൊക്കെ അമിതമായിട്ടുള്ള ചൂട് ഒക്കെ അടിക്കുന്നത് മൂലം നമ്മുടെ സീറ്റിലൊക്കെ കുറേ സമയം ഇരിക്കുകയും അല്ലെങ്കിൽ ചൂടുള്ള സാഹചര്യത്തിൽ ഡ്രൈവ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് മൂലം ഒക്കെ പൈൽസിൻ്റെ ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. പിന്നീട് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ടോയ്ലറ്റിൽ അമിതമായിട്ടുള്ള സമയം ചെലവഴിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. അത് വളരെയധികം അപകടം വിളിച്ചു വരുത്തുമെന്നുള്ളതാണ്. ഇപ്പോൾ പല ആളുകളും ഇന്ന് പേപ്പർ വായിക്കുന്നതും മൊബൈലിൽ നോക്കുന്നതൊക്കെ ഇന്ന് ടോയ്ലറ്റിലുള്ള ഒരു ദുശ്ശീലം പല ആളുകളിലുണ്ട്. അത് ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒന്നല്ല. കൃത്യമായിട്ട് അനാരോഗ്യം വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യമാണ് ടോയ്ലറ്റിൽ നമ്മൾ അമിത സമയം ചെലവഴിക്കുന്നത് എന്നുള്ളത് പലപ്പോഴും ഓർക്കാറില്ല. അപ്പം അതുകൊണ്ട് നിർബന്ധമായും അത്തരം ശീലങ്ങളുള്ള ആളുകൾ ഇന്ന് തന്നെ അത് ഒഴിവാക്കുക. നമുക്ക് കുറച്ച് സമയം ചിലവഴിച്ച് പെട്ടെന്ന് തന്നെ അവിടുന്ന് പോരാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുക. കുറേ സമയം നമ്മൾ ഇരിക്കുന്നത് മൂലം ഈ ഒരു പൈൽസിൻ്റെ ബുദ്ധിമുട്ട് വരാനുള്ളൊരു സാഹചര്യം ഉണ്ടാവും. വല്ല ആളുകൾക്ക് അത് കൂടാനുള്ള സാഹചര്യം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പീസ് റേഡിയോയിൽ നമ്മൾ ഏറ്റവും ഈ ഒരു വിഷയമായിട്ട് പറയാനുള്ളത്. പിന്നെ ഈ വെള്ളം കുടിക്കുന്നത്, പ്രത്യേകിച്ച് ചൂടുകാലമൊക്കെ ആണെങ്കിൽ തന്നെ ധാരാളം വെള്ളം കുടിക്കുക. ഫ്രൂട്ട് ജ്യൂസുകളൊക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. മോരുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നീട് റെഗുലറായിട്ടുള്ള വ്യായാമം നമുക്ക് ശീലമാക്കാവുന്നതാണ്. ഇത്തരം ചെറിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ പലപ്പോഴും നമുക്ക് പൈൽസിൻ്റെ ബുദ്ധിമുട്ടിനെ കുറക്കാൻ നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ് ഇന്നത്തെ പീസ് റേഡിയോ ആരോഗ്യ ചിന്തയിൽ നിങ്ങളുമായി പങ്കുവച്ചത്. ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം. നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.